ഹായ്, ഞാൻ സുബിൻ VR. കടക്കിണിയിൽപ്പെട്ട് ജീവിതം താറുമാറായി പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ കടക്കിണിയിൽ നിന്ന് അല്ലെങ്കിൽ കടത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് മുക്തി നേടാം, പതിനായിരക്കണക്കിന് ആളുകൾ പ്രയോഗിച്ച് വിജയിച്ച ഒരു തന്ത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. US ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡേവ് രാംസെയാണ് ഈ ഒരു സൂത്രം ഫസ്റ്റ് ടൈം ആവിഷ്കരിച്ചത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കടക്കെണിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് പല ആളുകളും ഈ കടക്കെണിയിലേക്ക് വീണു പോകുന്നത്. പലപ്പോഴും എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി വരുന്നു, നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നില്ല, നമ്മൾ ബ്ലേഡ് പലിശയ്ക്കോ അല്ലെങ്കിൽ വളരെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റിലോ പണം കടം വാങ്ങുന്നു, വീണ്ടും അതുപോലൊരു സാഹചര്യം വരുന്നു, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. പലരും ക്രെഡിറ്റ് കാർഡുകളുടെ മിനിമം എമൗണ്ട് മാത്രം അടച്ചുകൊണ്ട് വലിയൊരു ബർഡൻ അല്ലെങ്കിൽ വലിയൊരു ലാബിലിറ്റി അപ്പുറത്തെ സൈഡിൽ വരുത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക, അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ഒരു മെഡിക്കൽ എമർജൻസിക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എമർജൻസി സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിടാനായിട്ടുള്ള ഒരു ഫണ്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ ചെറിയ ഒരു തുകയായിട്ട് ഇപ്പോഴേ തന്നെ ആരംഭിക്കുക. പല ആളുകളുടെ കേസിലും അത് പല എമൗണ്ടുകളാവാം. ചിലർക്ക് 50,000 രൂപ മതിയായിരിക്കാം, ചിലർക്ക് 1-2 അതിൽ കൂടുതലോ ലക്ഷം രൂപകൾ ആവശ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം പലപ്പോഴും നിങ്ങൾ കടക്കണിയിലേക്ക് വീണു പോയിട്ടുള്ളത് ഇതുപോലെയുള്ള എമർജൻസി ഫണ്ടിന്റെ അഭാവം കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പണം ചോർന്നു പോകുന്ന ഒരു ബക്കറ്റ് ഉണ്ട് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബക്കറ്റിലെ ഓരോ ഹോളുകളാണ് നമ്മൾ ഈ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എമർജൻസി മീറ്റ് ചെയ്യാനുള്ള എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ളൊരു ആസ്പെക്ട്. നിങ്ങളുടെ എല്ലാ കടങ്ങളും നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. കൊച്ചു എമൗണ്ടുകൾ തൊട്ട് വലിയ വലിയ എമൗണ്ടുകൾ വരെ. ഉദാഹരണത്തിന് നിങ്ങളൊരു സുഹൃത്തിൽ നിന്നും 5,000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. 50,000 രൂപയ്ക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നും പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എമൗണ്ട് നിങ്ങൾ ലോണായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങളൊരു കടക്കെണിയിലായതുകൊണ്ട് നിങ്ങൾ മിനിമം എമൗണ്ട് മാത്രമാണ് ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കുന്നുള്ളൂ. 3 ലക്ഷം രൂപയോളം നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൽ അടയ്ക്കാനുണ്ട്. 5 ലക്ഷം രൂപയുടെ വെഹിക്കിൾ ലോൺ നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. 8 ലക്ഷം രൂപയോളം ഗോൾഡ് ലോൺ പെൻഡിങ് ഉണ്ട്. നിങ്ങളുടെ ഹൗസിംഗ് ലോൺ 25 ലക്ഷം രൂപയോളം ഹൗസിംഗ് ലോൺ നിങ്ങൾക്ക്. അപ്പോൾ ഇത് ചെറുത് മുതൽ വലുത് വരെയുള്ള ഓർഡറിൽ നിങ്ങൾ ഇതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ചെറുത് മുതൽ വലുത് വരെയുള്ള ലോണുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇതിനുശേഷം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഡെപ്റ്റ് നമ്മൾ അടച്ചു തീർക്കുക, എത്രയും പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ 5,000 രൂപ നമ്മളൊരു സുഹൃത്തിൽ നിന്നും കടം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 5,000 രൂപ അടച്ചു തീർക്കാനുള്ള ശ്രമം നിങ്ങൾ ആദ്യം നടത്തുക. അപ്പോൾ നമ്മളുടെ ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ഐറ്റം നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതിനുശേഷം അടുത്ത ഐറ്റം, നിങ്ങൾക്ക് ഒരു 50,000 രൂപയുടെ പേഴ്സണൽ ലോൺ ഉണ്ട്. ദെൻ ആ പേഴ്സണൽ ലോൺ അടയ്ക്കാനുള്ള ഒരു ഫണ്ട് നിങ്ങൾ പതുക്കെ ജനറേറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ഡെപ്റ്റ് അടച്ചു തീർക്കും. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അടുത്തതിലേക്ക് കടക്കുക. അടുത്തത് നിങ്ങളുടെ 3 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ലോൺ ഉണ്ട്. ഇതെല്ലാം ഒറ്റ സിംഗിൾ സ്റ്റാൻസിൽ അടയ്ക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ പതുക്കെ ഇപ്പം നമ്മുടെ 3 ലക്ഷം രൂപ നമുക്ക് ഒരുമിച്ച് അടയ്ക്കാനായിട്ട് ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 50,000 അങ്ങനെ പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണെങ്കിൽ പോലും ആ ഒരു ഡെപ്റ്റ് തീർക്കാനായിട്ട് നിങ്ങൾ ഒരു ശ്രമം നടത്തുക. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ നിങ്ങളൊരു ഡെപ്റ്റ് ഫ്രീ ലോകത്തിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ ഹൗസിംഗ് ലോൺ വലിയൊരു എമൗണ്ട് ആണ്, 25 lakhs ആണ്. അത് ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാം വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 5-6 വർഷം വേണ്ടി വരാം നമുക്കത് കംപ്ലീറ്റ്ലി അടച്ചു തീർക്കാനായിട്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹൗസിംഗ് ലോണിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ മറ്റ് 5 ലോണുകളും ബാക്കി നിൽക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ EMI ആയിട്ട് അടയ്ക്കേണ്ടിയിരുന്ന പൈസ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഫോർമാറ്റിലേക്ക്, മറ്റെന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ചിട്ടി തുടങ്ങാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഒരു SIP തുടങ്ങാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഒരു RD നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് കഴിയും. കാരണം ആ 5 ലോണുകൾ ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ ബാധ്യതയായിട്ട് നിലനിൽക്കുന്നില്ല. അപ്പോൾ അതിലടച്ചിരുന്ന ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉദാഹരണത്തിന് ചിട്ടിയാണെന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചിട്ടി വിളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹൗസിംഗ് ലോണിലേക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ
പ്ലാൻഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ലോൺ എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും 5-6 വർഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെപ്റ്റ് ഫ്രീ ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ഇതിൽ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെയാണ് ഈ ഒരു ഡെപ്റ്റ് ഫ്രീ ആയി മാറിയത്. അതുപോലെ തന്നെ ആ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അതായത് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി മറ്റൊരു ഫണ്ട് ഇപ്പോഴേ തുടങ്ങി വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പായിട്ട് വരുന്നത്. നിങ്ങളുടെ ഡെപ്റ്റ് എങ്ങനെയാണ് റീസ്ട്രക്ചർ ചെയ്യുക, എങ്ങനെയാണ് അടച്ചു തീർക്കുക എന്നതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടാം. ചാനലിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.